എന്ത് പടിയത്? ലവ്. എന്ത് ലവ് ബുക്കിൽ വരച്ച് വെച്ചേക്കുന്നത്? അതിനെന്ത്? നീ എന്ത് എഴുതി വെച്ചേക്കുന്നത്? ഞാനും അമ്മയും കൂടെ ഉള്ളൊരു ഇതിന്റെ. അല്ലല്ലല്ല, എന്തുവാ ഇത്? ലവ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന്. അതെന്താ എന്താ എന്നുവെച്ചാൽ സ്നേഹം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തില് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു എന്താ പറയാ ഭാഷ അല്ലേ? അങ്ങനെ എല്ലാവർക്കും നീ അറിയിച്ചു കൊടുക്കണ്ട സ്നേഹം കേട്ടോ. അമ്മയ്ക്ക് എന്താ അമ്മ ഞാനും തമ്മിൽ എന്തുവാ സ്നേഹമല്ലേ? അത് ലവ് അല്ലേ? അതാണെങ്കിൽ കുഴപ്പമില്ല. ഊട്ടിയില് ടൂറ് എപ്പോ? ചേടാ ഒരു പാട്ടും പാടാ, ഞാൻ ചുമ്മാ ഒരു പാരഡി പാടി എന്നുള്ളത്. അതെ, എന്നെ കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ എല്ലാ ദിവസത്തെയും പോലെ. എടി അങ്ങനെയല്ല, എന്റെ സ്വഭാവം ഇപ്പോ എങ്ങനെ, എന്ത് തോന്നുന്നു? സ്വഭാവം പണിക്ക് പോകാതിരിക്കുക, എന്നും പോയി എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുക, എൻ്റെ അരിക്കലത്തിൽ കൈയിട്ട് തരിക, കനകനോട് ഗുസ്തി പിടിക്കുക, ഇതൊക്കെ തന്നെ. കഴിഞ്ഞോ? നല്ലതായിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഒരു നല്ല കാര്യം കൂടെ പറ, ഒരെണ്ണം കേൾക്കാം. മനസ്സിനൊരു ആഗ്രഹം കൊണ്ടാ. നല്ലപോലെയുള്ള കാര്യം, നല്ലപോലെ കള്ളം പറയും, നല്ലപോലെ ആൾക്കാരെ പറ്റിക്കും, നല്ലപോലെ തിന്നും, നല്ലപോലെ ഉറങ്ങും, എന്തെല്ലാം കാര്യങ്ങൾ. മതി. അയ്യോ, ഭർത്താവിനെ പറ്റി ഭാര്യ വർണ്ണിക്കുന്നത് എന്റെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുവാ ചോദിച്ചാ? അമ്മ മിക്കവാറും ഡാഡി വീണ്ടും ഏതാ പുതിയ പൊട്ടാത്ത പടക്കം കൊണ്ട് വന്നേക്കണം. അമ്മ സൂക്ഷിച്ചോ. മതിയടി, ചെറിയ വായിൽ വലിയ വർത്താനം. അങ്ങോട്ട് എഴുതാനും പഠിക്കാനുള്ളത് പഠിക്കും ഇങ്ങോട്ട്. അവള് സ്നേഹത്തിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. വിരിഞ്ഞില്ല അവള്, വലിയ വർത്താനം ഒന്നുമില്ല. ഞാനേ പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പല ബിസിനസ്സുകളും പല സംഭവങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ആസൂത്രണം ചെയ്തിരുന്നല്ലോ. പൊട്ടിയിട്ടുണ്ടല്ലോ. അത് പൊട്ടിയതിന്റെ കാരണങ്ങളും ഉണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു പോകരുതേ. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. നമ്മുടെ ഈ ജംഗ്ഷനിൽ രാവിലെ 8 മണിക്ക് ഉദ്ഘാടകൻ പ്രമുഖനായ ക്ലീറ്റോ തന്നെ നാട മുറിച്ച് കയറും. അമ്മയും മോളെയും ഞാൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നു. എന്തോന്ന് എന്നൊന്നും ചോദിക്കരുത്. ലക്ഷങ്ങളുടെ പരിപാടിയാണ് ക്ലീറ്റോ ചെയ്യാൻ പോണത്. നാളെ മുതൽ ലക്ഷങ്ങളിങ്ങനെ ക്ലീറ്റോയുടെ കയ്യിലൂടെ വന്ന് മറിയാൻ പോവുകയാണ്. അപ്പോൾ 8 മണിക്ക് ഉദ്ഘാടനത്തിന് രണ്ടുപേരും എത്തിക്കണം കേട്ടോ. അത് സർപ്രൈസ് ആണ് മോളെ. അതൊക്കെ നാളെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിയാൽ മതി. അതെങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞ് പലതും ചെയ്താണ് എല്ലാം കുളമായത്. ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആലോചിച്ച് തീരുമാനമെടുത്തൊരു ഉഗ്ര സംഭവം. അത് വിജയിപ്പിക്കാൻ എനിക്കറിയാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ഞാനൊരു പരുവായി. ഈ ബിസിനസ് എങ്കിലും നല്ലപോലെ കൊണ്ടു നടത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. എന്തുവാ അത് പറയാൻ പറ്റില്ല. നാളെ അവിടെ വരുമ്പം മനസ്സിലാക്കിയാൽ മതി. സർപ്രൈസ് അല്ല, നിങ്ങൾ എന്താ തുടങ്ങണേന്ന് ഞങ്ങൾ അറിയണ്ടേ? അപ്പൊ നാളെ അവരൊന്ന് ക്ഷമിച്ചോ പോരെ, അവിടെ വരുമ്പോ അറിയാലോ. സർപ്രൈസ് വേണ്ട ഡാഡി. എന്തായിരിക്കും? കാറിന്റെ ബിസിനസ് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാറ് വാങ്ങണ്ടേ? അതിന് ഡാഡിയുടെ ലക്ഷങ്ങൾ. ദൈവം വല്ല കള്ളക്കടത്തും ചെയ്യൂ? കള്ളക്കടത്താണ് ഉദ്ഘാടനം ചെയ്യാൻ പോണ. കള്ളക്കടത്ത് കട ഓടി. നിന്റെ ഡാഡി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തോ അമ്മയും മോളും കൂടെ എന്താ പറഞ്ഞേ? അല്ല, ഈ ലക്ഷങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ ഇല്ലല്ലോ. നമ്മുടെ കയ്യിൽ 10,000 ഈ 10,000 കൂടി വരുമ്പോ ലക്ഷങ്ങളാവും. എന്തെങ്കിലും പറയാൻ നീ പറയില്ല. ഇപ്പൊ ഒന്നും പറയാനില്ല. നാളെ വരുമ്പോ നേരിൽ കാണാം. ഞാന് ഒന്ന് കക്കൂസി പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നാലും ഇതെന്തോ ആയിരിക്കും. ക്ലീറ്റോ നേരത്തെ പറഞ്ഞ പിറകെന്ന് വിളിക്കല്ലേന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞിട്ട് പോവും. എന്തിന്? എന്തോ ക്ലീറ്റോ അവനോടൊന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? എടി, ഇതിനു മുമ്പുള്ള എല്ലാ പദ്ധതിയും അവനും കൂടെ ആലോചിച്ച് തുടങ്ങിയാണല്ലോ. അതെല്ലാം പൊളിയുകയും ചെയ്തു. നിങ്ങൾ വേണ്ടെന്നേ, അതൊക്കെ അറിഞ്ഞോ വന്നോട്ടെ. അറിഞ്ഞു വരുമോ നോക്കണമല്ലോ. നിങ്ങൾ പോയി പറഞ്ഞേ, അതൊരു മര്യാദ. അതുകൊണ്ട് മതിക്കരുത്. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോവാ. പെണ്ണുങ്ങളെ സ്വഭാവമാണ്. അപ്പം ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പരാതിയും പറഞ്ഞുകൊണ്ട് നടക്കും. മനുഷ്യനെ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി. അളയാ ഇതൊന്നും വർക്കില്ലേ? ഒന്ന് വന്നിട്ട് പോവോ?
ഏട്ടാ ആ വന്നേടാ. എന്തുറ്റി? കുളിക്കുന്ന ഇല്ല ഇന്ന് പോണ്ടേ? ഓ പോണം. അപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങണതിന് മുമ്പ് ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചിലവാക്കിയിട്ട് പോകും. എന്താണ് കാര്യം? ഒന്നുമില്ല, ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ പദ്ധതി താഴെ ജംഗ്ഷനിൽ നമ്മളിന്ന് തുടങ്ങണം. ആര്? അൻസാറാ? അൻസാർ തുടങ്ങണേ നിന്നെ ഒന്ന് അറിയിക്കേണ്ട കാര്യമുണ്ട്. എടേ ഞാൻ ഈ പാവപ്പെട്ടായി. അടുത്ത ആഴ്ച സമയമൊക്കെ നോക്കിയോ? നിനക്ക് കേൾവി കുറവാണ്. എടേ ഇന്ന് ഇപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ സംഭവം ഉദ്ഘാടനമാണ്. കൊള്ളാം. എന്നിട്ട് ഇപ്പോഴാണ് പറയണത്? ജമന്തി, പല പരിപാടികളും ഞാൻ ഇങ്ങനെ ഇവിടെ ഉള്ള പലരുമായിട്ടും ചർച്ച ചെയ്ത് 4 പേര് 400 അഭിപ്രായവും പറഞ്ഞ് എൻ്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞു. അതുകൊണ്ട് ഇത് ഞാൻ ഒരു മനുഷ്യൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ പോയില്ല. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെ കാര്യങ്ങൾ. ഞാൻ ഒരു പാർട്ടി നടത്തിക്കണമാണല്ലേ, ഞാൻ വിചാരിച്ച ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആരും അഭിപ്രായമില്ല. അപ്പോൾ എല്ലാവരും വന്നൊന്ന് സഹകരിക്കണം. ഈ കൊച്ചിനെ കൂട്ടിക്കോണം. ഇത് എവിടെയാണ് സംഭവം? ഇത് താഴെ SK ആശുപത്രിയിലെടുത്ത് വരുമല്ലോ. എന്ത് ബിസിനസ്? ബിസിനസ് എന്തും ആയിക്കോട്ടെ, ഞാനല്ലേ ചെയ്യണത്. നീ വാടേ അവിടെ വന്ന് കാണാൻ പോണതിനെ കുറിച്ച് ഇനി പറഞ്ഞറിയിക്കണം. ഉദ്ഘാടനമായിട്ടൊക്കെ ഉണ്ടോ? ഉദ്ഘാടകൻ ഈ പ്രമുഖൻ തന്നെയാണ്. ഞാൻ തന്നെ നാടൻപുരുഷൻ കയറും. അവിടെ വരുമ്പോഴേ ബലൂണൊക്കെ കെട്ടിയിട്ട് ഭയങ്കര സെറ്റപ്പിൽ ആളും ബഹളം ഒരു ഓളമൊക്കെ ആയിട്ട് അവിടെ ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടോ വന്നാൽ അറിയാൻ പറ്റും. നീ വന്നാൽ മതി കേട്ടാ. കൊച്ചിന് സമയത്ത് വരണേ. ഓക്കെ മതി. ഇതെന്ത് പരിപാടിയാണ്? എടി എന്ത് പരിപാടി? നിന്നോടിപ്പോൾ എന്താ പറഞ്ഞു? അത് കേട്ടില്ലേ? അത് തന്നെ എന്നോടും പറഞ്ഞിട്ടുള്ളൂ. എന്തോ ഒരു സംരംഭം. ഓ, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സസ്പെൻസ്. നന്നായാൽ മതിയായിരുന്നു.